നിലപാടുകൾ ഉറച്ചു നിൽക്കണം. അവിടെയും ചവിട്ടി ഇവിടെയും ചുറ്റില്ല. നിലപാട് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചവനെല്ലാം ചത്തുപോയി എന്നുള്ളതല്ലാതെ ഞാനിപ്പോഴും നല്ല കാക്കത്തിന് പോയിട്ട് നിൽക്കുകയാണ്. അതെല്ലാം ഭഗവതിയുടെ കഴിവാണ്. ഞാൻ പറഞ്ഞ 62 കൊല്ലം ഞാൻ പറ്റും. ഞാനൊരു പണി ചെയ്തു. ഇവിടെ ക്ഷേത്രങ്ങളിൽ നിന്ന് സഹായം ആളുകൾ കൊടുത്താൽ അവരിങ്ങോട്ട് വരും. ചെറിയ തുക ഞാൻ കൊടുത്തു, 250 രൂപ. പാവപ്പെട്ട മരുന്ന് കഴിക്കാൻ നോക്കില്ല, സ്കൂളിൽ പോകാൻ ആഗ്രഹമില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ച് അപേക്ഷ വിളിച്ചിട്ടുള്ളവർക്കെല്ലാം ചെറിയ തുക. ഇന്നിപ്പോൾ മരിച്ചാൽ അവൻ്റെ വീട്ടിൽ കൊണ്ട് അപ്പം 3000 രൂപ ഒരു റേറ്റ് അമ്പലം വേണം. അപ്പോൾ അപ്പുറത്തുള്ള ഇവിടെ കമ്മിറ്റിക്കാർ 3000 വെട്ടിക്കൂടാൻ പറ്റില്ല. കല്യാണം കഴിക്കാൻ ഉള്ള ചെലവിലേക്ക് ഒരപേക്ഷ എന്താ ഒരു 5,000 രൂപ അപ്പം ഒപ്പിട്ടാണ് കൊടുക്കുന്നത്. രോഗ ചികിത്സ, അതോടൊപ്പം തന്നെ പഠിക്കാൻ സത്യാലയ വാടക ഒന്നുമില്ല, കല്യാണം വന്നതല്ല, ഫ്രീ. അപ്പോൾ ക്ഷേത്രവുമായിട്ട് ഭക്തജനങ്ങളെ അടുപ്പിച്ചു. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രയോജനം ഉണ്ടെന്നൊരു തോന്നുന്നു. ഇത് രണ്ടും പരസ്പര പൂരകമായപ്പോൾ ആണ് കോവിഡ് വന്നപ്പോൾ ഞാൻ എത്ര രൂപ കൊടുത്തത്? 2 കോടി രൂപ കൊടുത്തില്ലേ? അവിടെയുള്ള ആളുകൾ ജാതി മതം ഒന്നും നോക്കാതെ കുട്ടനാട് നിന്ന് വന്ന ആവശ്യവർക്ക് അതിഥികളായി താമസിപ്പിച്ചുകൊണ്ട് 12,000 ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തത്. സർക്കാരിന് ഒരാളുകൂടിയും വേണ്ടി വന്നില്ല. ഒരുപാട് ആളുകൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്നു. ഇത് കാണാൻ അഖിലേന്ത്യാ നേതാക്കന്മാർ കണിക്കണമെന്ന് എന്ത് സന്തോഷമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഭാര്യയും മരുമകളും കൂടി എല്ലാ ക്യാമ്പ് സെലക്ട് ചെയ്തു. അവരോട് ചോദിക്കുക എന്ത് വേണം. ഓരോന്ന് പറയും എനിക്ക് ബ്ലൗസില്ല, കാര്യമില്ല, അടിപ്പാട്. അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് എടുത്തിട്ട് ആ പിറ്റേ ദിവസം രാവിലെ ചോദിച്ച കിറ്റ് കൊണ്ടാ കൊടുക്കും. എങ്ങനെ കിട്ടിയിട്ട് ആളുകൾ എനിക്ക് കൊണ്ട് തരികയല്ലേ. ഇത് നമ്മൾ നന്മ നൽകുമ്പോഴത്തേക്ക് നന്മ ചെയ്യുവാനും സഹായിക്കാനും സഹകരിക്കുവാനും സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ എനിക്ക് എന്തുമാത്രം തുണിത്തരങ്ങളിൽ നിന്നും പഞ്ചസാരയൊക്കെ ലോഡ് കണക്കിനാണ്. ഈ പഞ്ചസാര ലോഡ് കണക്കിന് വന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ? അവർ സഹിച്ചറിയാൻ പറഞ്ഞു. എനിക്ക് പറയതാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഞാൻ കൂടെ അടിച്ചു കൊടുത്താൽ തീരണ്ടേ. ഇത് അരി വന്നിട്ട് അരി കൊടുത്ത് ആളുകൾക്ക് മതിയായി. ഓണത്തിനാണെങ്കിൽ 15,000 ആളുകൾക്ക് ഈ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഓണസദ്യ കൊടുക്കും, കൈനീട്ടവും കൊടുക്കില്ല. ഇതൊക്കെയെല്ലാം എനിക്ക് പറഞ്ഞോന്നല്ല, കാലങ്ങളായി മാറ്റി വന്ന വ്യത്യാനം കൊണ്ട് വ്യത്യാനം.